ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സാറ്റർഡേ സൺഡേയുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് 7th and 8th മെസ്സേജസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പാൽ സെലക്ഷൻ നടത്താം. നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ബേർഡിൻ്റെ എനർജിയാണ്. ഇതാണ് പാൽ നമ്പർ 1. ഇത് വന്നിട്ട് ഹോമിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പാൽ നമ്പർ 2യുടെ എനർജി വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് പാൽ നമ്പർ 1. ഓക്കെ, ഈ ഒരു ബേർഡ്. ഇത് പാൽ നമ്പർ 2. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പാൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു നെക്സ്റ്റ് 2 ഡേയ്സിൻ്റെ, അതായത് സാറ്റർഡേ സൺഡേയുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ കാർഡ്സ് ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സാറ്റർഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്പർ 14 ബാലൻസ് ആണ് വന്നേക്കുന്നത്. ജസ്റ്റിസിൻ്റെ എനർജി, ലവേഴ്സ്, അതുപോലെ തന്നെ 9 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബാലൻസിലിവിടെ റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു ലോ വൈബ്രേഷൻ ആയിരിക്കാം. അതൊരു ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അവൈലബിൾ ആണ്. അപ്പോൾ അതിലെല്ലാം കുറച്ചൊന്ന് നിങ്ങൾ അവെയർ ആകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇൻ കേസ് എന്തെങ്കിലും ഇമോഷണലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആലോചിക്കാതെ ചിന്തിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടെംപ്റ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ എന്താ പറയുക, പോസ് എടുത്തിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു മോഡറേഷനിൽ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഓവറായി പോകുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ആക്ഷൻസ് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താ പറയുക, ആക്ഷൻസ് എടുക്കാതിരിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് ഈ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റിസിലും ഇവിടെ ബാലൻസിൻ്റെ കാർഡാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ എന്താ പറയുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട്, പരസ്പര വിശ്വാസത്തോടു കൂടി ആ ഒരു കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓവറോൾ നിങ്ങളുടെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്, സന്തോഷം ലഭിക്കുന്നത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഹീലിങ്ങിൻ്റെ ഏഞ്ചലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോംപ്രമൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു സമയത്തും ആ ഒരു സെൽഫ് കൺട്രോൾ നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് മണി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു മോഡറേഷൻ കൊണ്ടുവരിക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നെക്സ്റ്റ് നമുക്ക് സൺഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി സൺഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ഹാവ് ഫെയ്ത്ത് ആണ് പറയുന്നത്. It's not always easy to have faith and trust that everything is going to be okay, yet still you must do exactly that, because when you have faith, your life will begin to flow in magical ways that you never imagined were possible. ഈ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ ഓക്കെ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് എനർജീസാണ് എൻ്റെ ഹാപ്പിനെസ് ബ്ലോക്ക് ആക്കി നിർത്തിയേക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം. അവിടെ ഞാൻ എന്ത് എനർജി ഷിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു എനർജി ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനത്തെയൊക്കെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം അതെല്ലാം
ചേഞ്ച് ചെയ്യാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഹാവ് ഫെയ്ത്ത്, വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കാര്യം, ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഇത് സോൾവ് ആകുമോ, ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമോ, ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാകാം നമ്മൾ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ചെയ്യേണ്ട ആക്ഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, നമ്മളുടെ കർമ്മ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതെന്താണ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ചില സന്ദർഭങ്ങളിൽ സാധിക്കത്തില്ല. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഫെയ്ത്തിൻ്റെ എനർജി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ എനർജി, ട്രസ്റ്റിൻ്റെ എനർജിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ടാപ്പിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഫെയ്ത്തിൻ്റെ എനർജി, ട്രസ്റ്റിൻ്റെ എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ദിവസം മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, മാജിക്കലായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദ വേൾഡിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ലിയോ എനർജി, ചിങ്ങരാശി ഇവിടെ ഫോക്കസിൽ വരുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വേൾഡിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം, ഒരു ഇന്നർ സ്ട്രെങ്ത്ത്, പവർ നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സെയിം ഈഗിൾ സ്പിരിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ടാകാം, കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ടവർ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ എനർജീസ് സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളി അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് പോസിറ്റീവും ആകാം. ഓക്കെ, എപ്പോഴും അത് നെഗറ്റീവ് ആകണം എന്നില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഹാപ്പി എനർജി വരുന്ന സമയത്തും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചൊന്ന് നിങ്ങൾ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിസോഴ്സസ്, മണി, ഫിനാൻസ് ആയിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാല്യുബിൾ ആയിട്ട് കരുതുന്ന എനർജീസ് കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയിൽ, ഹോമിൽ കുറച്ചൊരു ബാലൻസ്, കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ എനർജി നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഹാർമണി നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടവറിൽ കുറച്ച് പേർക്ക് ഇവിടെ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിലെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ എനർജി വന്നിട്ട് ഈ ഒരു സൊസൈറ്റി ആയിട്ട് ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതായിരിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട്, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു യുണീക്ക് വേയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്, കഴിവുകളുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻസ്, നിങ്ങളിൽ നിന്ന് വച്ചേക്കുന്ന ആ ഒരു ഫോൾസ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളിൽ കൊടുത്തേക്കുന്ന ആ ഒരു പ്രതീക്ഷയായിരിക്കാം, അതെല്ലാം നിങ്ങൾ എന്താ പറയുക, മാറ്റി വെച്ചിട്ട്, ആ ഇല്യൂഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു ഒത്തൻറ്റിക് സെൽഫ് നിങ്ങളെങ്ങനെയാണോ അതുപോലെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെല്ലാം ഫെയ്ത്ത് ആവശ്യമായിരിക്കാം. ചിലപ്പോൾ ഒരു വ്യക്തി ആദ്യമായിട്ടൊരു കാര്യം ചെയ്യണ സമയത്ത് നമുക്കറിയില്ല അതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. പക്ഷേ ഫെയ്ത്താണ്, താൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്, സത്യസന്ധത, ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വേൾഡിൻ്റെ എനർജിയും ആകാം. വേൾഡിലെ ഒത്തിരി ഇൻഫ്ലുവൻസ്, ഒത്തിരി എനർജീസ് നിങ്ങളെ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതും കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് 2 ഡേയ്സിൻ്റെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സാറ്റർഡേയുടെ എനർജി നോക്കാം. എംപ്രസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നമ്പർ 3, വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് കപ്സ്, അതുപോലെ തന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സാറ്റർഡേ നിങ്ങളോട് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള
ചോയ്സസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എനർജി നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നൽകുന്ന എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ് നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ്, എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ എംപ്രസിൽ പറയുന്നത് ഇന്നത്തെ ദിവസം ഒത്തിരി ക്രിയേറ്റീവ് എനർജി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി അബണ്ടൻസ്, സമ്പൽ സമൃദ്ധിയുടെ എനർജി, ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മുന്നോട്ട് ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് കപ്സിലെ റിലേഷൻഷിപ്പിലും കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങളെ പരിപാലിക്കാനായിട്ട് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുട്ടികളുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഗ്രാൻഡ് കിഡ്സ് ആയിരിക്കാം. ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഹീലിംഗ് എനർജിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ക്രിയേറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ അതും കറക്റ്റായിട്ട് നിങ്ങൾ ചാനൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു സമയം വന്നിട്ട്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഫ്രീഡം. ഓക്കെ, എന്തെങ്കിലും ഡ്രാമ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാനായിട്ട്, അതിൽ നിന്നും ഫ്രീ ആകാനായിട്ടുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിസേർവ് ചെയ്യുന്നത്, നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ സക്സസ് ഏത് എനർജി ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ടും ഇന്ന് പെരുമാറാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. ഇനി നമുക്ക് സൺഡേയുടെ എനർജി നോക്കാം. നെക്സ്റ്റ് സൺഡേയുടെ എനർജി നോക്കാം. ഇവിടെ ഹീലിംഗ് ആണ് വന്നേക്കുന്നത്. 8 ഓഫ് വോൺസിൻ്റെ എനർജി, പേജ് ഓഫ് കപ്സിൻ്റെ എനർജി, 2 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയിട്ടിരുന്നിട്ട്, ഇമോഷണലി കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ബോർഡത്തിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ അൺഈസി എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ വേൾഡിൻ്റെ എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ ഇൻഫർമേഷൻ, ന്യൂസ് വരുന്നുണ്ട്. ഒരു പുതിയ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് അത്ര പരിചയമില്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ പിഞ്ച് ഓഫ് സോൾട്ട്, അതായത് എല്ലാം അതേപോലെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തിരയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, മെസ്സേജസ് നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹീലിംഗ് എനർജി ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. ഓക്കെ, മൈൻഡ്, ബോഡി, സ്പിരിറ്റിൽ കുറച്ചൊന്ന് ബാലൻസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് വെക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു എനർജി റിസീവ് ചെയ്യണം, നമ്മളുടെ അടുത്തോട്ട് എത്തണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഹീലാകത്തുള്ളൂ. എന്താണോ പ്രോബ്ലം ഉള്ളത്, എവിടെയാണോ ഹീലിംഗ് വേണ്ടത്, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ആ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് നിർത്തുക. ഓക്കെ, അതായത് നിങ്ങൾ ഒത്തിരി ഡിനയലിൽ ഇരിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ അലൗ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് വോൺസിൽ ഒത്തിരി സ്പീഡ് കാണുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റക്കായിട്ടിരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഒരു
എന്താ പറയുക, ഒരു മൂമെൻറ്റിലോട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിലിരുന്നു, അതിലൊരു ഹീലിംഗ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ചൊരു പീസ്ഫുൾ എനർജിയിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എനർജി അവൈലബിൾ ആണ്. അത് നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിരിക്കാം, എന്തെങ്കിലും സമാധാനം കിട്ടുന്ന എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ഹൈ വൈബ്രേഷണൽ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു ട്രാവൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് അംഗീകാരമായിരിക്കാം, നിങ്ങളുടെ ടാലൻറ്റിന് ഒരു റെക്കഗ്നിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി പേരായിട്ട് കൊളാബറേഷൻ, ഒത്തിരി പേരായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.